ദൈവത്തോട് പ്രാർത്ഥിക്കാം. വചനമയച്ച് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന സ്വർഗത്തിലെ നല്ല ദൈവമേ, അടിയൻ്റെ വായിലെ വാക്കുകളും അവിടുത്താൽ അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠ ജനത്തിൻ്റെ ഹൃദയത്തിലെ ചിന്തകളും അങ്ങേക്ക് സ്വീകാര്യമായി സ്വർഗത്തിന് ഹിതകരമായി തീരണം. മഹത്വം അങ്ങ് സ്വീകരിച്ചാലും യേശു ക്രിസ്തു മുഖാന്തരം തന്നെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സമയം ഒത്തിരി വൈകി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും പ്രാർത്ഥനയോടെ, സമർപ്പണത്തോടെ, സന്നദ്ധതയോടെ ദൈവവചന കേൾവിക്കായി ആയിരിക്കണമെന്ന് വിനയമായ ആലോചന പറയുകയാണ്. ഇന്ന് നമുക്ക് സഭാ ചിന്തയ്ക്കായി നൽകിയിരിക്കുന്ന ചിന്താവിഷയം സൃഷ്ടിയുടെ മലിനത അല്ലെങ്കിൽ അഴിമതി എന്നുള്ളതാണ്. ദ ഫിൽത്ത് ഓർ ദ കറപ്ഷൻ ഓഫ് ക്രിയേഷൻ. സൃഷ്ടിയുടെ മലിനത. ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചം അല്ലെങ്കിൽ സകല സൃഷ്ടികളും സമ്പൂർണമായിട്ടാണ്, ഒരു തരത്തിലുള്ള അപൂർണതകളുമില്ലാതെയാണ് ദൈവം സൃഷ്ടിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സൃഷ്ടിയുടെ ഓരോ ഘട്ടം പൂർത്തീകരിക്കുമ്പോഴും ദൈവം അതിയായി സന്തോഷിച്ചു. എല്ലാറ്റിനെയും നല്ലത് എന്ന് ദൈവം നോക്കിക്കണ്ടു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിലെ രേഖപ്പെടുത്തിയിരിക്കുന്ന സൃഷ്ടിയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ തേജസ്സിൽ നിന്ന് അല്പം മാത്രം താഴ്ത്തി പ്രകൃതിയുടെ സൃഷ്ടിയുടെ മകുടമായി ദൈവം മനുഷ്യനെയും സൃഷ്ടിച്ചു. ആ മനുഷ്യനെ ദൈവം തൻ്റെ ബഹുമാനവും തേജസ്സും അണിയിച്ചു. ശേഷം ദൈവത്തിൻ്റെ കൈകളുടെ പ്രവൃത്തിക്ക് ദൈവം അതേ മനുഷ്യനെ അധിപതിയാക്കിയും നിയമിച്ചു. അധിപതി എന്ന് പറയുമ്പോൾ ഉടമസ്ഥൻ, ഉടയോൻ എന്നല്ല, നോട്ടക്കാരൻ, കാര്യസ്ഥൻ എന്നാകുന്നു അർത്ഥം. എന്നാൽ സൃഷ്ടിതാവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ ബാധ്യസ്ഥനായ, തൻ്റെ സൃഷ്ടിയെ കാര്യക്ഷമമായി പരിപാലിക്കുവാൻ ബാധ്യസ്ഥനായ ഇതേ മനുഷ്യർ തന്നെ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും തനിക്ക് തോന്നിയപടി കാര്യസ്ഥ ശുശ്രൂഷ നിർവഹിക്കുകയും തനിക്ക് ബോധിച്ച പ്രകാരം ജീവിതം നയിക്കുകയും സൃഷ്ടിതാവിനോടുണ്ടായിരിക്കേണ്ട കടപ്പാടുകൾ മറക്കുകയും പിന്നീട് അത് വലിയ പാപത്തിനും ദൈവശിക്ഷയ്ക്കും പാത്രീഭവിച്ചു എന്നുള്ളതും നമുക്ക് വേദപുസ്തക ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. സൃഷ്ടിയാകുന്ന തൻ്റെ കരവേലയ്ക്ക് ദൈവം പകർന്ന ആ സൗന്ദര്യത്തിന് അധികം താമസിയാതെ ഗതിമാറ്റം സംഭവിക്കുകയാണ്. ലോകമെമ്പാടും തിന്മയും മരണവും വിതയ്ക്കാൻ പ്രാപ്തമായ നിലയിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ അധപ്പതിച്ചു എന്നുള്ളതും വേദപുസ്തക ചരിത്രമാണ്. ദൈവം മനുഷ്യന് നൽകിയ അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുമ്പോഴും പ്രകൃതിയുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുമ്പോഴും മനുഷ്യൻ സ്വയം നശിക്കുകയാണ് എന്ന തിരിച്ചറിവ് ഇല്ലാതായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കി എന്ന് പറയത്തക്ക വിധത്തിൽ, അല്ലെങ്കിൽ നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് ദൈവം മനുഷ്യനെക്കുറിച്ച് അനുതപിക്കുന്ന നിലയിലേക്ക് സൃഷ്ടിയുടെ പതനം വലുതായി തീർന്നത്. വാസ്തവത്തിൽ എന്താണ് സൃഷ്ടിയുടെ മലിനത അല്ലെങ്കിൽ സൃഷ്ടിയുടെ അഴിമതി അല്ലെങ്കിൽ പതനം എന്നുള്ളത്? സൃഷ്ടിതാവിൻ്റെ കൽപ്പനകളുടെ ലംഘനമാണ് സൃഷ്ടിയുടെ മലിനത. മനുഷ്യൻ്റെ ദൈവ നിഷേധമാണ്, ദൈവ സൃഷ്ടിയായിരിക്കുന്ന സൃഷ്ടിയുടെ ഉടമസ്ഥനായിരിക്കുന്ന ദൈവത്തോടുള്ള ദൈവ നിഷേധമാണ് മനുഷ്യൻ കാണിക്കുന്ന മലിനത അല്ലെങ്കിൽ അഴിമതി എന്ന് പറയുവാനായിട്ട് സാധിക്കും. ചുരുക്കത്തിൽ സൃഷ്ടിയുടെ അഴിമതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൃഷ്ടിയുടെ അനുസരണക്കേടാണ്, ദൈവ കൽപ്പനയ്ക്ക് വിരുദ്ധമായ ജീവിത രീതികളാണ്. ദൈവഹിതത്തിൽ, ദൈവ മഹത്വത്തിൽ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടി ദൈവത്തോട് പാപം ചെയ്ത് മലിനമാക്കപ്പെട്ടു. അത് വേദപുസ്തക ചരിത്രമാണ്. അതിൽ നിന്നൊരു മടങ്ങിപ്പോക്ക്, ഈ മലിനതയിൽ നിന്ന് ദൈവത്തിൻ്റെ സൗന്ദര്യത്തിലേക്ക്, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് സൃഷ്ടിക്കൊരു മടങ്ങിപ്പോക്ക് സാധ്യമാണോ അല്ലയോ എന്നാണ് നമ്മൾ ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാനായി പോകുന്നത്. നാം നഷ്ടമാക്കിയ അല്ലെങ്കിൽ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ദൈവിക തേജസ്സിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് ഇനിയും സാധ്യമാണ് എന്ന് വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ സാധ്യതകൾ തേടി നമുക്കൊരു യാത്ര പോകാം. അതിലേക്കായി ചില ധ്യാന വിചാരങ്ങൾ പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുകയാണ്. ഒന്നാമതായി ചിന്തിക്കുന്നത്, സമൃദ്ധി നമ്മെ മലിനതയിലേക്ക് നയിക്കുന്നുണ്ടോ
എന്നൊരു ചോദ്യമാണ്. നിങ്ങളുടെയൊക്കെ ചിന്തയ്ക്കായി ഞാൻ ഈ ചോദ്യം ഇടുകയാണ്. ദൈവം നമുക്ക് നൽകുന്ന സമൃദ്ധി നമ്മെ മലിനതയിലേക്ക് നയിക്കുന്നുണ്ടോ? ഡസ് പ്രോസ്പെരിറ്റി ലീഡ് അസ് ടു കറപ്ഷൻ? ദൈവം നമുക്ക് സമൃദ്ധി നൽകുമ്പോൾ, ദൈവം നമുക്ക് അനുഗ്രഹങ്ങളുടെ ധാരാളിത്വം നൽകുമ്പോൾ അത് നമ്മെ ദൈവനിഷേധത്തിലേക്കും മലിനതയിലേക്കും നയിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം നിങ്ങളുടെ മുൻപിൽ വയ്ക്കുകയാണ്. ഇന്നത്തെ പഴയ നിയമ വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം, തങ്ങൾ മാത്രം ദേശമധ്യേ പാർക്കത്തക്കവണ്ണം മറ്റാർക്കും സ്ഥലം ഇല്ലാതാകുവോളം വീടോട് വീട് ചേർക്കുകയും വയലോട് വയൽ ചേർക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. വിശ്വപ്രസിദ്ധനായ ദൈവശാസ്ത്ര ചിന്തകൻ മാത്യു ഹെൻറി മനുഷ്യൻ സമൃദ്ധി ഉണ്ടാകുമ്പോൾ മനുഷ്യൻ്റെ നിലപാടുകൾക്ക് വരുന്ന മാറ്റത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സമൃദ്ധി വർദ്ധിക്കുമ്പോൾ മനുഷ്യർ അവരുടെ ഹൃദയം സമൃദ്ധിയിൽ കേന്ദ്രീകരിക്കുന്നു. When prosperity increases, the human beings tend to set their hearts upon them. ദൈവം മനുഷ്യന് സമൃദ്ധി നൽകുമ്പോൾ മനുഷ്യൻ്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് മാറി ആ സമൃദ്ധിയിലേക്ക് കേന്ദ്രീകരിക്കുവാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അനുസരണക്കേടിലേക്ക് മനുഷ്യനെ നയിക്കുന്നത് ദൈവം നൽകുന്ന സമൃദ്ധിയാണോ? ഒരു വലിയ ചോദ്യമാണ്. ആത്മീയ ജീവിത തകർച്ച ഉണ്ടാകുന്നതിൻ്റെ കാരണവും പലപ്പോഴും അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയിൽ നാം നമ്മെ തന്നെയും ആ അനുഗ്രഹ സമൃദ്ധി നൽകിയ ദൈവത്തെയും മതിമറക്കുന്നതാണ്. ഇന്നത്തെ പഴയ നിയമ വേദഭാഗം വ്യക്തമായി അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സുവിശേഷ വേദഭാഗത്തിൽ യേശുക്രിസ്തു പറഞ്ഞ ഒത്തിരി ഉപമകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പഴയ നിയമത്തിൽ ചുരുക്കം ഉപമകൾ മാത്രമേ ഉള്ളൂ. അധികാരത്തെയും രാജവാഴ്ചയെയും ദേശങ്ങളെയും ആ ദേശങ്ങളിലുള്ള അനീതികളെയും ചോദ്യം ചെയ്യാൻ വേണ്ടി പരോക്ഷമായി പ്രവാചകന്മാർ ഉപയോഗിച്ചിരുന്ന മാർഗമായിരുന്നു അത്തരത്തിലുള്ള ഉപമകൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ അത്തരത്തിൽ ഒരു ഉപമ പ്രവാചകൻ രേഖപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ടുപാടും. ഇങ്ങനെ കാവ്യാത്മകമായി ആരംഭിക്കുന്ന ഉപമയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ വായിച്ചപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്താണ് ഉപമയുടെ ഉള്ളടക്കം? ഒരു യജമാനൻ വലിയൊരു തോട്ടം ഉണ്ടാക്കുകയാണ്. ഫലഭൂഷ്ടമായൊരു തോട്ടം ആ യജമാനൻ ഉണ്ടായിരുന്നു. ഏറ്റവും ഫലവത്തായൊരു മുന്തിരിത്തോട്ടം. യജമാനൻ ആ മുന്തിരിത്തോട്ടത്തിന് വേലി കെട്ടി ആ മുന്തിരിത്തോട്ടത്തിലെ കല്ലുകൾ പെറുക്കിക്കളഞ്ഞ് നിലമൊരുക്കിയതിന് ശേഷം മേന്മയേറിയ ഗുണമേന്മയുള്ള മുന്തിരി തൈകൾ നട്ടുപിടിപ്പിക്കുകയാണ്. വിശാലമായ ആ മുന്തിരിത്തോട്ടം കള്ളൻ കവർന്നെടുക്കാതിരിക്കേണ്ടതിന്, അതിന് കാവലൊരുക്കേണ്ടതിന് ഒരു വലിയ ഗോപുരവും പണിയുകയാണ്. ഗോപുരവും പണിത് ആ മുന്തിരിത്തോട്ടത്തെ കാവൽ കാത്ത ഉടമസ്ഥൻ നല്ല ഫലവും പ്രതീക്ഷിച്ച് മുന്തിരിയിൽ നിന്ന് വീഞ്ഞുണ്ടാക്കാൻ ചക്കുമൊരുക്കി കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിപ്പിൻ്റെ വിരാമത്തിൽ മുന്തിരി പുഷ്പിച്ചു, കായ്കളുണ്ടായി. ഉടമസ്ഥൻ കായ്കൾ പരിശോധിച്ചപ്പോൾ കായ്ച്ചതൊക്കെയും കാട്ടുമുന്തിരിങ്ങ. കായ്ച്ചതൊക്കെയും കാട്ടുമുന്തിരിങ്ങ. എന്താണ് ഈ ഉപമയുടെ ആത്മീയ സാരം? വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്തിലേക്ക് ദൈവം ഇസ്രായേൽ ജനത്തെ ഒരുമിച്ചാണ്, ഒരു ജനമായിട്ടാണ് കൊണ്ടാക്കിയത്. ആ ജനം 12 ഗോത്രങ്ങളായിരുന്ന ജനം 10ഉം 2ഉം ഗോത്രങ്ങളായി 2 ദേശങ്ങളായി വേർപിരിയുകയാണ്. യഹൂദയും ഇസ്രായേലും എന്ന 2 ദേശങ്ങളായി വേർപിരിഞ്ഞു. ദൈവം ഒന്നാക്കി വെച്ചത് മനുഷ്യൻ വേർപെടുത്തുന്ന അനുഭവം ഉണ്ടാകുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ ചട്ടലംഘനമാണ്, കൽപ്പന ലംഘനമാണ്. എന്നിരുന്നാലും തമ്മിൽ ശത്രുക്കളായി പിരിഞ്ഞവർ ഒരുമിച്ച് വരുന്നൊരു സന്ദർഭമുണ്ടാകുന്നു. എന്തിനാണെന്നറിയാമോ? മുന്തിരിയുടെ കയറ്റുമതി നടത്തുന്നതിന് വേണ്ടി. മുന്തിരി കൊണ്ട് വളരെ സമ്പുഷ്ടമായിരുന്നു കനാൻ ദേശം. 2 വിഭാഗക്കാരും താമസിച്ചിരുന്ന ദേശത്തും ധാരാളം മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് യഹൂദയും ഇസ്രായേലും ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് മുന്തിരിയും മുന്തിരി ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യുന്ന വലിയ വ്യാപാര കേന്ദ്രങ്ങളാക്കി മാറുകയാണ്. ഈ വ്യാപാരത്തിനു വേണ്ടി തമ്മിൽ വേർപിരിഞ്ഞ രാജ്യങ്ങൾ ഒന്നായി വരികയാണ്. അങ്ങനെ കയറ്റുമതി വർദ്ധിച്ചു, സമ്പത്ത് രാജ്യത്തിൽ കുമിഞ്ഞുകൂടുകയാണ്. സമ്പത്ത് ഇങ്ങനെ കുമിഞ്ഞുകൂടുന്തോറും, കയറ്റുമതി വർദ്ധിക്കും തോറും അവർക്കുണ്ടായിരുന്ന സ്ഥലം പോരാതെ വന്നു. എന്തു ചെയ്തെന്നറിയാമോ? അവർ സാധാരണക്കാരിൽ നിന്ന്, കൃഷി ചെയ്യാൻ നിർവാഹമില്ലാതിരുന്ന സാധാരണക്കാരിൽ നിന്ന് വസ്തുവകകൾ പാട്ടത്തിന് വാങ്ങുകയാണ്.
തുടക്കത്തിൽ ഈ പാട്ടത്തിന് വാങ്ങുന്ന നടപടികളും അതിനുള്ള പ്രതിഫലവും ഒക്കെ ന്യായപരമായിട്ടായിരുന്നു. എന്നാൽ വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, കാലക്രമേണ മനുഷ്യനിങ്ങനെ സമ്പത്തിൽ നിറഞ്ഞ് വിസ്മരിച്ചപ്പോൾ അവൻ സ്വയം മറന്നുപോയി. പിന്നെ ഈ പാട്ടത്തിന് വാങ്ങുന്ന ഇടപാടുകളൊക്കെ ന്യായരഹിതമായി മാറുകയാണ്. കാലക്രമേണ ഈ ഇടപാടുകൾ ന്യായരഹിതമായി മാറുകയാണ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. സമ്പന്നൻ പറയുന്നത് ചട്ടമായും അവൻ പറയുന്നത് നിയമമായും ഇസ്രായേലിലും യഹൂദയിലും മാറി. കയ്യൂക്കുള്ളവൻ കാര്യക്കാരനെന്ന ലോകത്തിൻ്റെ നിയമം ഇസ്രായേലിലും യഹൂദയിലും നടപ്പിലാക്കപ്പെട്ടു. നന്മ വിളയുന്ന സമൂഹമായി കനാൻ ദേശത്തിൻ്റെ സമൃദ്ധിയിൽ ദൈവം പറിച്ചു നട്ട ഇസ്രായേൽ ജനം തിന്മയുടെ വിളനിലമായി മാറുന്ന ചരിത്രമാണ് വേദപുസ്തകം രേഖപ്പെടുത്തുന്നത്. സ്വന്തം ലാഭത്തിന് വേണ്ടി എന്തു കൊള്ളരുതായ്മയും ചെയ്യുവാൻ മടിയില്ലാത്തവരായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശേഷപ്പെട്ട ജനം മാറിപ്പോയി. പല പ്രവാചകന്മാരും ശക്തിയുക്തരം ഇതിനെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട്. ആമോസ് പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ആമോസ് പ്രവാചകൻ ഈ തിന്മയ്ക്കെതിരെ ശക്തമായി ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ എളിയവനെ ചവിട്ടിക്കളകയും അവനോട് കോഴയായി ധാന്യം വാങ്ങുകയും ചെയ്യുന്നതിനാൽ നിങ്ങൾ വെട്ടുകല്ലുകൊണ്ട് വീട് പണിയും, അതിൽ പാർക്കയില്ലതാനും. നിങ്ങൾ മനോഹരമായ മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കും, അവയിലെ വീഞ്ഞ് കുടിക്കയില്ലതാനും. നീതിമാനെ ക്ലേശിപ്പിച്ച് കൈക്കൂലി വാങ്ങുകയും ഗോപുരത്തിങ്കൽ ദരിദ്രന്മാരുടെ ന്യായം മറച്ചു കളയുകയും ചെയ്യുന്നവരെ, നിങ്ങളുടെ അതിക്രമങ്ങൾ അനവധിയും നിങ്ങളുടെ പാപങ്ങൾ കഠിനവും എന്ന് ഞാൻ അറിയുന്നു. ആമോസ് പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഈ പശ്ചാത്തലത്തിലാണ് യെശയ്യാ പ്രവാചകനും ഈ ഒരു സാമൂഹിക സാമ്പത്തിക അന്തരത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങ എന്ന് വ്യക്തമായി ശക്തമായി പ്രഘോഷിച്ച ഉപമയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. കായ്ച്ചതെല്ലാം കാട്ടുമുന്തിരിങ്ങ. എന്താണ് ആശയം? പ്രിയമുള്ളവരെ, ഏറ്റവും ഫലവത്തായ ഒരു മുന്തിരിത്തോട്ടമാണ് യജമാനൻ നട്ടത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഒരു അഡ്രസ്സും ഇല്ലാതിരുന്ന അടിമകളായി മിസ്രൈമിൽ നരകയാതന അനുഭവിച്ചിരുന്ന ഇസ്രായേൽ ജനത്തെ ദൈവം തിരഞ്ഞെടുത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ മുൻപിൽ കാണിച്ച് കനാന്റെ സമൃദ്ധിയിൽ മനോഹരമായ ഫലവത്തായ മുന്തിരിത്തോട്ടമാകുന്ന കനാനിൽ ദൈവം സ്ഥാപിച്ചു. അതിന് വേലി കെട്ടി കല്ല് പെറുക്കിക്കളഞ്ഞ് നല്ല വക മുന്തിരി നട്ടു. കനാനിലേക്കുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രാമധ്യേ നേരിട്ട സകല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാൻ ദൈവം ജനത്തോട് കൂടെ നിന്നു. അവരുടെ വഴിത്താരകളിൽ അവർ പിന്നിട്ട എല്ലാ പ്രതികൂലങ്ങളെയും ദൈവം അവർക്ക് വേണ്ടി മാറ്റിക്കൊടുത്തു. അവർക്ക് ഏറ്റവും മികച്ചതിനെ മാത്രമേ ദൈവം നൽകിയിട്ടുള്ളൂ. അതാണ് മികച്ച മേന്മയേറിയ നല്ല വക മുന്തിരിവള്ളി നട്ടു എന്നതിൻ്റെ അർത്ഥം. മോശമായതൊന്നും ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയിട്ടില്ല. ഏറ്റവും മേന്മയായത് മാത്രം, നല്ലത് മാത്രം ജനത്തിന് നൽകി. നടുവിൽ ഒരു ഗോപുരവും പണിത് ഒരു ചക്കും ഇട്ടു. 2-ാമത്തെ വാക്യം യെശയ്യാ 5:2. എന്താണ് ഗോപുരം? ഈ കനാൻ ദേശത്തെ ആക്രമിക്കുവാൻ ഏതൊക്കെ രാജ്യങ്ങൾ മുൻവന്നുവോ, എപ്പോഴൊക്കെ ആ ശത്രുക്കളെ ഭയന്ന് ദൈവജനം ദൈവത്തോട് നിലവിളിച്ചുവോ, ഉറപ്പുള്ള സംരക്ഷണത്തിൻ്റെ ഗോപുരമായി ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നു. ഉറപ്പുള്ള ഒരു ഗോപുരം. അതിനുശേഷം യഹോവയായ ദൈവം ഒരു ചക്കുണ്ടാക്കി ഫലത്തിനായി കാത്തിരിക്കുകയാണ്. എന്താണ് ആ ചക്ക്? കൽപ്പനയാകുന്ന ചക്ക് ദൈവജനത്തിന് വേണ്ടി ഒരുക്കി ഫലമെടുക്കാനായി യജമാനനായ ഉടയോനായ ദൈവം ഇസ്രായേൽ ജനത്തിന് വേണ്ടി കാത്തിരുന്നു. ഒടുവിൽ 2-ാമത്തെ വാക്യം, കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. ജനം തിരികെ ദൈവത്തിന് നൽകിയതോ കായ്ക്കാവുന്ന അനുസരണക്കേടും കയ്പ് നുകരുന്ന കയ്പ് മാത്രം ഉളവാക്കുന്ന ജീവിത നിലവാരവുമാണ് യഹോവയായ ദൈവത്തിന്, ഉടയവനായ ദൈവത്തിന് ജനം മറുപടിയായി പ്രതിഫലമായി നൽകിയത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, എല്ലാ ആദരവോടും കൂടെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇതല്ലേ പ്രിയരെ പലപ്പോഴും നമുക്ക് സംഭവിക്കാറുള്ളത്? ഇതല്ലേ പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിലും സംഭവിക്കാറുള്ളത്? വേണ്ടുന്നതെല്ലാം അതിലധികവും ദൈവം നമുക്കായി ഒരുക്കുമ്പോൾ പലപ്പോഴും ആ സമൃദ്ധിയുടെ നിറവിൽ, ഹല്ലേലൂയ, പലപ്പോഴും ആ സമൃദ്ധിയുടെ നിറവിൽ നമ്മെ സൃഷ്ടിച്ച സൃഷ്ടകനെ, നമ്മെ പരിപാലിപ്പിക്കുന്ന പരിപാലകനെ, നമ്മെ രക്ഷിക്കുന്ന രക്ഷകനെ, അവിടുത്തെ കൽപ്പനകളെ നാം മറന്നുകളയാറില്ലേ? നല്ല മുന്തിരി കായ്ക്കേണ്ട നാം പലപ്പോഴും ദൈവത്തിന് നൽകുന്നത് കയ്പുള്ള കായ്ക്കുന്ന മുന്തിരിങ്ങ അല്ലേ? സമൃദ്ധിക്കും അതിൻ്റേതായ ദോഷമുണ്ട്.
സമൃദ്ധിക്കും അതിൻ്റെതായ ദോഷമുണ്ട്. വേദപുസ്തകത്തിൽ ഒത്തിരി ഉദാഹരണങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ദാവീദ് അങ്ങ് വനാന്തരത്തിൽ ആടുകളെ മേയ്ക്കാൻ പാറപ്പുറത്തിരുന്നപ്പോൾ അവൻ്റെ കയ്യിൽ ദൈവത്തെ പാടിസ്തുതിക്കാൻ കിന്നരമുണ്ടായിരുന്നു, അവൻ്റെ അധരങ്ങളിൽ ദൈവസ്തുതികളുണ്ടായിരുന്നു. എന്നാൽ ആ കാനനത്തിൽ നിന്ന്, പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് കനകസിംഹാസനത്തിലേക്ക് ദൈവം ദാവീദിനെ ഉയർത്തിയപ്പോൾ അവൻ ബേത്ശേബയോട് പാപം ചെയ്ത്, ഒരിക്കലും ദൈവഹിതത്തിന് നിരക്കാത്ത നിലയിൽ ജീവിച്ച് ബേത്ശേബയോട് ചെയ്ത പാപത്തെ മറയ്ക്കാൻ ഊരിയാവിനെ കൊന്നുതള്ളുന്ന നിലയിലേക്ക് ദാവീദ് തരം താണില്ലേ? ശിംശോൻ ദൈവം ഏറ്റവും അനുഗ്രഹിച്ച ന്യായാധിപതി, ആ ന്യായാധിപതിയായി ദൈവജനത്തെ ന്യായപാലനം ചെയ്യേണ്ട മനുഷ്യൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ മതിമറന്ന് ദലീലയോട് ശയിച്ച് ചെയ്യാൻ പാടില്ലാത്ത കൊടിയ പാപം ചെയ്ത് ജീവിതത്തെ തകർന്നു കളഞ്ഞില്ലേ? ഒടുവിൽ ആത്മഹൂതി ചെയ്യുന്ന നിലയിലേക്ക് ശിംശോൻ തരം താണില്ലേ? തീർന്നില്ല. ഗേഹസി, ഏലിയാവിന് ശേഷം എലീശ എന്നതുപോലെ എലീശയ്ക്ക് ശേഷം ഗേഹസി എന്നൊരു ചരിത്രം വേദപുസ്തകത്തിൽ ഉണ്ടാകേണ്ടിടത്ത് നയമാന്റെ കയ്യിലെ ധനം തേടി നയമാന്റെ പിന്നാലെ പാഞ്ഞുപോയി കുടുംബത്തിനും തനിക്കും ഉൾപ്പെടെ കുഷ്ഠരോഗം വരുത്തി വെച്ച ശാപഗ്രസ്തന്റെ ചരിത്രമല്ലേ ഗേഹസിയെക്കുറിച്ച് ഞാനും നിങ്ങളും വേദപുസ്തകത്തിൽ വായിക്കുന്നത്? സമൃദ്ധിക്കും അതിൻ്റെതായ ദോഷമുണ്ട് പ്രിയമുള്ളവരെ. ദൈവം നൽകിയ സമൃദ്ധിയുടെ നിറവിൽ അഹങ്കരിച്ച് ദൈവ തേജസ് നഷ്ടമാക്കിയ ഇസ്രായേൽ ജനമേ, നിന്റെ മലിനതയ്ക്ക് ദൈവസന്നിധിയിൽ ഒരു തീർപ്പുണ്ട്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 4-ാമത്തെ വാക്യം, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കരുതിയിരുന്നാറേ, അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചത് എന്ത്? ദൈവം വിലപിക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ നോക്കി ദൈവം വിലപിക്കുകയാണ്. മാധുര്യമാകുന്ന നല്ല മുന്തിരിങ്ങ കായ്ക്കുമെന്ന് കാത്തിരുന്ന ദൈവത്തിന് ഞാനും നിങ്ങൾ നൽകുന്നത് കാട്ടുമുന്തിരിങ്ങയാണ്. ദൈവത്തിന് അതിന് ഉത്തരമുണ്ട്. ദൈവത്തോട് ഞാനും നിങ്ങളും കാണിക്കുന്ന നെറുകേടിന് ദൈവസന്നിധിയിൽ ഉത്തരമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം, യഹോവയായ ദൈവം ന്യായവിധി നടത്തുകയാണ്. ഞാൻ ആ തോട്ടത്തിൻ്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ശത്രു വന്ന് തിന്നു കളയാതിരിക്കാൻ ഞാൻ കവചമായി ഒരുക്കിയ കോട്ട ഞാൻ പൊളിച്ചു കളയും, വേലി ഞാൻ പൊളിച്ചു കളയും. വീണ്ടും 5-ാം വാക്യം പറയുന്നുണ്ട്, ഞാൻ അതിൻ്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും. ശ്രദ്ധയോടെ വായിക്കണമേ. തോട്ടത്തെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടി മതിൽ കെട്ടി സംരക്ഷിച്ചതാ, എന്നാൽ കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങ എന്ന് കണ്ടപ്പോൾ ഉടയോൻ ആ മതിലിനെ പൊളിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകുമെന്ന വചനം പറയുന്നത്. ഞാനല്ല, വചനമാ പറയുന്നേ. ഞാൻ അതിനെ ശൂന്യമാക്കും, അതിലെ വള്ളിത്തല മുറിക്കാതെയും കിളയ്ക്കാതെയും ഇരിക്കും. നല്ല ഫലം വന്നില്ല എന്ന് കണ്ടാൽ പിന്നെ പണി ചെയ്യുന്ന പരിപാടി യജമാനനില്ല. പിന്നെ ആ നിലത്തിൽ വ്യർത്ഥമായി ധനമോ അധ്വാനമോ ചെലവഴിക്കുന്ന സ്വഭാവം യജമാനന് ഇല്ല. പറക്കാരെയും മുള്ളും അതിൽ മുളയ്ക്കും. ഹല്ലേലൂയ. അതിൽ മഴ പെയ്യിക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. സമ്പൂർണമായ അനുഗ്രഹത്തിൻ്റെ കരം ദൈവം ഇങ്ങനെ അനുകൂലമായി നീട്ടിയിരിക്കുമ്പോൾ ആ കരത്തിന് നേരെ നമ്മുടെ തിന്മയുടെ പ്രവൃത്തികളുമായി ഞാനും നിങ്ങളും തിരിഞ്ഞു നോക്കരുത്. ആ കരം ദൈവം മാറ്റിക്കളയും. നാം ബലമായി കരുതുന്ന സമൃദ്ധി ശൂന്യമായി പോകാൻ ഒത്തിരി നേരമൊന്നും വേണ്ട പ്രിയമുള്ളവരെ. നാം കരുത്തെന്ന് കരുതുന്നതൊക്കെ കരുത്തല്ലാതായി പോകാൻ ഒത്തിരി നേരമൊന്നും വേണ്ട. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം, ഞാൻ കേൾക്കെ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്തത്, വലിയതും നല്ലതുമായിരിക്കുന്ന പല വീടുകളും ആൾപ്പാർപ്പില്ലാതെ ശൂന്യമാകും നിശ്ചയം. നാം കരുതുന്നതൊക്കെ നമുക്ക് പ്രയോജനമില്ലാതായി പോകുന്ന സമയം വരും. ദൈവം മുന്തിരിത്തോട്ടത്തോട് എന്തു ചെയ്യും? 10 കാണി മുന്തിരി തോട്ടത്തിൽ നിന്ന് 1 ബത്ത മാത്രം കിട്ടും. എന്താണ് 10 കാണി? ഒരു ദിവസം 10 ഏർക്കാളകൾ നിന്ന് ഉഴുതാൽ തീരാത്തത്രയും വിസ്താരമായ സ്ഥലമാണ്. അത്രയും വിസ്താരമായ സ്ഥലത്ത് നിന്ന് 1 ബത്ത മാത്രം കിട്ടും. എന്താണ് 1 ബത്ത്? 1 ബത്ത് എന്നാൽ ഏകദേശം 22 ലിറ്റർ. അതായത് 10 ഏർക്കാളകൾ ഉഴുന്ന നിലത്തിൽ നിന്നും കിട്ടുന്ന പ്രതിഫലം തുച്ഛമായ 22 ലിറ്റർ മാത്രമാണ്. നിലത്തിലെ വിളവ് നാമമാത്രമായി പോകും. മനുഷ്യന്റെ അധ്വാനം വ്യർത്ഥമായി പോകും. വീണ്ടും 5-ാം അധ്യായം 10-ാമത്തെ വാക്യം പറയുന്നുണ്ട്, 1 ഹോമർ വിത്തിൽ നിന്ന് 1 ഏഫയും മാത്രം കിട്ടും. 1 ഹോമർ വിത്തിൽ നിന്ന് 1 ഏഫയും മാത്രം കിട്ടും. എന്താണ് 1 ഹോമർ? 220 ലിറ്റർ ഉണങ്ങിയ ധാന്യമാണ്. അതായത് 220 ലിറ്റർ ഉണങ്ങിയ ധാന്യം നിങ്ങൾ വിതച്ച് അതിൻ്റെ വിത കൊയ്ത്തിനായി കാത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 1 ഏഫ മാത്രമാണ്. എന്താണ് 1 ഏഫ? ഏകദേശം 22 ലിറ്റർ മാത്രം. അതായത് നിങ്ങൾ വിതയ്ക്കുന്നതിൻ്റെ 10-1 പോലും, 1% പോലും കൊയ്യാൻ പറ്റാത്ത നിലയിൽ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി ദൈവം എടുത്തു കളയും. ഹല്ലേലൂയ. വചനമാണ് പറയുന്നത്. നിലത്തിലെ വിളവ് നാമമാത്രമായി പോകും. മനുഷ്യൻ്റെ അധ്വാനം
വ്യർത്ഥമായി പോകും. ദൈവം അനുവദിച്ച സമൃദ്ധിയിൽ മതിമറന്ന് ദൈവകൽപ്പന ലംഘിക്കുന്ന മനുഷ്യജീവിതങ്ങളുടെ മേൽ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന സംരക്ഷണ കവചം ദൈവം എടുത്തു കളയും. നിലാവുണ്ടെന്ന് കരുതി വെളുക്കുവോളം കക്കാൻ നിൽക്കരുതെന്ന് പണ്ടുള്ളവർ പറയും. എന്താണ് അതിൻ്റെ അർത്ഥമെന്നറിയാമോ? നിങ്ങൾ സാധകമെന്ന് കരുതുന്ന നിലാവ് മാറി സൂര്യൻ ഉദിക്കാൻ ഒത്തിരി സമയമൊന്നും ആകില്ല എന്ന് അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ കാരുണ്യത്താൽ വരദാനമായി ലഭിച്ചിരിക്കുന്ന സമൃദ്ധിയിൽ ഞാൻ നിങ്ങൾ നിഗളിച്ചു പോകരുതേ. ദൈവം കെട്ടിയ സംരക്ഷണ വേലിയും കാവൽ ഗോപുരങ്ങളും പൊളിച്ചു കളയാൻ എൻ്റെയും നിങ്ങളുടെയും ദുർമാർഗമായ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തെ ഉടയവനെ നിർബന്ധിക്കരുതേ. സൃഷ്ടി മലിനമാകുന്നത് അത് സൃഷ്ടിതാവ് നൽകുന്ന നന്മയിൽ സമൃദ്ധിയിൽ മതിമറന്നു പോയി സൃഷ്ടിതാവിന് വിരോധമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. സൃഷ്ടി ഇങ്ങനെ മലിനമാകുമെന്ന് ദൈവത്തിന് വ്യക്തമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഒത്തിരി മുൻകരുതലുകൾ ഒത്തിരി വാണിങ്ങുകൾ പരിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം നൽകിയിട്ടുണ്ട്. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 10-ാമത്തെ വാക്യം, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന നല്ല ദേശത്തെക്കുറിച്ച് നീ അവന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ദൈവം നൽകുന്ന സമൃദ്ധി അനുഭവിക്കുമ്പോൾ ആ ദൈവത്തിന് നേരെ മറുതലിക്കാനല്ല, ആ സമൃദ്ധി നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്ന വചനം പറയുന്നത്. വീണ്ടും ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം, ഹല്ലേലൂയ. എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും സൂക്ഷിച്ചു കൊള്ളണം. ഹല്ലേലൂയ. എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി, ഈ സമൃദ്ധി ഉണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിക്കാനും സൂക്ഷിച്ചു കൊള്ളണം. ഹൃദയത്തിൽ പോലും തോന്നിപ്പോകരുതെന്ന വചനം പറയുന്നത്. പിന്നീട് ആ വായു കൊണ്ട് പറയുന്നത്. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 17-ാമത്തെ വാക്യം, സമൃദ്ധി എന്നെ നിങ്ങളെയും മലിനതയിലേക്ക് നയിക്കുന്നുണ്ടോ? സമൃദ്ധി നമ്മെ ആശ്രയത്തിലേക്ക് നയിക്കുന്നുണ്ടോ? സമൃദ്ധി എന്നെയും നിങ്ങളെയും ദൈവത്തിൽ നിന്ന്, ദൈവ തേജസ്സിൽ നിന്ന് അകറ്റുന്നുണ്ടോ? ആത്മശോധന ചെയ്യണം പ്രിയമുള്ളവരെ. മലിനത എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ തോട്ടത്തിൻ്റെ ഉടയവൻ ആ വേലി പൊളിച്ചു കളയുന്നതിന് മുൻപേ ആ മലിനത മാറ്റി ശുദ്ധമാകാൻ ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിലെന്ത് ചെയ്യുവാനുള്ളൂ? നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഞാൻ നൽകിയില്ലേ? എന്നിട്ടും എന്തേ കഴിക്കുന്ന മുന്തിരി, കായ്ച്ചതെല്ലാം കാട്ടുമുന്തിരി എന്ന നിലയിൽ ദൈവം നിങ്ങളോട് ചോദിക്കുകയാണ്. ആ ദൈവത്തോട് കാര്യക്ഷമമായി ഇടപെടാൻ, കർത്താവേ ഇടറിപ്പോയെങ്കിൽ മടക്കി വരുത്തണമേ, വീണുപോയിട്ടുണ്ടെങ്കിൽ എന്നെ ഉയർത്തണമേ എന്ന് ആ വലിയ ഉടയവനോട് കാര്യക്ഷമമായി ഇടപെടാൻ വചനം നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറേ, അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചത് എന്തേ? നല്ല ഫലം പ്രതീക്ഷിച്ചാണ് ഉടയവനായ ദൈവം നമ്മെ പരിപാലിക്കുന്നത്. ആ ദൈവത്തിന് നമ്മുടെ ജീവിത നടപ്പിലൂടെ നാം സമ്മാനിക്കുന്നത് കാട്ടുമുന്തിരിങ്ങയുടെ അനുഭവമാണോ? നമ്മുടെ ചിന്തയിലൂടെ, നിലപാടുകളിലൂടെ, സമീപനങ്ങളിലൂടെ ആ ഉടയവന് ഞാനും നിങ്ങളും സമർപ്പിക്കുന്നത്, സമ്മാനിക്കുന്നത് കാട്ടുമുന്തിരിങ്ങയുടെ ഫലമാണോ? നമ്മിൽ ഓരോരുത്തരുമുള്ള ക്രിസ്തുവിൻ്റെ പ്രതിച്ഛയായ വികൃതമാക്കാൻ, നമ്മെ മലിനമാക്കാൻ പാപത്തിന് കഴിയും. ആ പാപം നമ്മുടെ സമൃദ്ധി കൊണ്ട് ആകരുത്. ആ സമൃദ്ധിയിൽ ഞാനും നിങ്ങളും നിഗളിക്കുന്നതാകരുത്. ക്രിസ്തുവിൻ്റെ മുഖത്തെ ആ പ്രതിച്ഛായയെ നമ്മിൽ നിന്ന് എടുത്തു മാറ്റുന്ന പാപത്തിന് കാരണമായി തീരേണ്ടത്. സൃഷ്ടിക്ക് കടപ്പാടുണ്ടാകേണ്ടത് സൃഷ്ടിതാവിനോടാണ്. അതൊരിക്കലും ലോകത്തോട് ആകരുത്. നമ്മിൽ നിന്ന് നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ. സമൃദ്ധി നമ്മെ മലിനമാക്കാതിരിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സമൃദ്ധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവകൃപ നമ്മെ പരിപാലിക്കട്ടെ. എല്ലാ മഹത്വവും എൻ്റെ ദൈവത്തിന് മാത്രം അർപ്പിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.